ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. അതിൻ്റെ 3 പാർട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടോ. നല്ലപോലെ കണ്ട് മനസ്സിലാക്കി ഓരോ പാർട്ടായിട്ട് തന്നെ കാണാം. ചാടി കയറി അങ്ങ് 3ാമത്തെ പാർട്ട് 4ാമത്തെ പാർട്ട് കാണരുത്. ഒന്ന് കണ്ട് മനസ്സിലായതിന് ശേഷമേ 2ാമത്തെ പാർട്ട് കാണാവൂ കേട്ടോ. അങ്ങനെ നമ്മൾ 3 പാർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം അതിൻ്റേതായ ഓർഡറിൽ തന്നെ ഇത് പഠിക്കണം കേട്ടോ. പേജ് നമ്പർ 32ൻ്റെ അതായത് നൗ ട്രൈ ദീസ് പ്രോബ്ലം എന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ ഇവിടെ വരെ ഉള്ളതാണ് നമ്മൾ ആ 3 പാർട്ടിൽ ഇട്ടേക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് പേജ് നമ്പർ 32ലെ രണ്ടാമത്തെ ചോദ്യമാണ്. നോക്കിയേ, എ 1 meter ലോങ് സ്ട്രിങ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 equal parts. ഹൗ ലോങ് ഈസ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് ഇൻ മീറ്റർ ഇൻ സെൻറ്റിമീറ്റർ. അതിൻ്റെ മലയാളം തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 1 മീറ്റർ നീളമുള്ള ഒരു ചരട് 5 സമഭാഗങ്ങളാക്കി 1 മീറ്റർ. ഓരോ ചോദ്യം നോക്കുമ്പോഴും നിങ്ങളത് മനസ്സിലാക്കി പോകണമല്ലോ അല്ലേ. 1 മീറ്റർ നീളമുള്ള നീളമുള്ള ഒരു ചരട് 5 സമഭാഗങ്ങളാക്കി. 5 സമഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുല്യമായ 1, 2, 3, പിന്നെ നമുക്കിവിടെ 4 അല്ലേ, ഇച്ചിരി കൂടി ഇങ്ങോട്ട് നീക്കിയാൽ 5. നോക്കിയേ, 1, 2, 3, 4 5 സമഭാഗങ്ങളാക്കി. എത്ര മീറ്റർ ആയിരുന്നു? 1 മീറ്റർ നീളമുള്ള ഒരു ചരടിനെ 5 സമഭാഗങ്ങളാക്കി. അപ്പോൾ നമുക്കതിനെ എങ്ങനെ പറയാം? മൊത്തം എത്ര ഭാഗങ്ങളാക്കി നിങ്ങളെ? 5 അല്ലേ. അപ്പോൾ ആ 5ൽ 1 ഭാഗമാണല്ലോ ഇത്. ഇവിടെ ഇത്രയെന്ന് പറയുന്നത് മൊത്തം 5 എണ്ണത്തിൽ 1 ഭാഗം. അതുപോലെ തന്നെ 1 ഭാഗമാണല്ലോ ഇതും. അതുപോലെ 1 ഭാഗമാണ് ഇതും. അങ്ങനെ മൊത്തം എത്ര ഉണ്ട്? 5 ഭാഗങ്ങളാണ്. മനസ്സിലാക്കി പോണേ. 1 മീറ്റർ നീളമുള്ള ചരട് 1 മീറ്റർ നീളമുള്ള ചരടായിരുന്നു. അത് 5 സമഭാഗങ്ങളാക്കി. 1, 2, 3, 4 5 സമഭാഗങ്ങളാക്കി. അപ്പം അതിൻ്റെ 1 ഭാഗം എന്ന് പറയുന്നതിനെ നമുക്ക് എന്താ പറയാം? 5-1 എന്ന് പറയാം. 5-1 ഭാഗമാണിത്, 5-1 ഭാഗമാണിത്, 5-1 ഭാഗമാണിത്, 5-1 ഭാഗമാണിത്, 5-1 ഭാഗമാണ്. അങ്ങനെ 5 ഭാഗം. അതിൽ 1 കഷ്ണം എടുക്കുക. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും 1 കഷ്ണം, ഞാൻ ഈ 1 കഷ്ണം ഇങ്ങ് എടുത്തു. ചോദ്യം നോക്കണേ. അതിലൊരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം എത്രയാണ്? അതായത് 1 ഭാഗം ഞാനിങ്ങ് എടുത്തെങ്കിൽ ഇതാണ്. അതിൻ്റെ പകുതി എന്ന് വെച്ചാൽ ഇതില്ലയോ നിങ്ങൾ 5-1 എന്ന് പറഞ്ഞത്. അതിൻ്റെ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പകുതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ഇത്രയും അല്ലെങ്കിൽ ഇവിടെ ഇത്രയും. പകുതി എന്ന് വെച്ചാൽ ഇതാണല്ലോ. ഇത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നല്ലപോലെ മനസ്സിലാക്കണം. 1 മീറ്റർ നീളമുള്ള ഒരു ചരടിനെ തുല്യമായിട്ട് 5 അങ്ങ് മുറിച്ചു. എന്നിട്ട് അതിലേതെങ്കിലും 1 കഷ്ണം നമ്മൾ എടുക്കുക. എല്ലാം ഒരേപോലത്തെയാണ്, സമഭാഗങ്ങളായതുകൊണ്ട് അതിൽ 1 കഷ്ണം നമ്മൾ എടുക്കുക. ഞാൻ അതിൻ്റെ ഫസ്റ്റ് കഷ്ണം ഇങ്ങ് എടുത്തു. എന്നിട്ട് അതിനെ നേരെ പകുതിയാക്കുക. ആ ഒരെണ്ണത്തിനെ നേരെ പകുതിയാക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? മലയാളത്തിൽ എങ്ങനെ എഴുതാമെങ്കിൽ 1 മീറ്റർ നീളമുള്ള ഒരു ചരട് 5 സമഭാഗങ്ങളാക്കിയാൽ അതിൽ കഷ്ണത്തിൻ്റെ നീളം എത്ര ആണെന്നാണ്. അപ്പം നമുക്ക് അത്രയും വാരി വലിച്ച് എഴുതണോ? അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? അതിനെ ചുരുക്കി എങ്ങനെ എഴുതാം? ഇപ്പം വേർഡ് പ്രോബ്ലം ആയതുകൊണ്ട് സ്റ്റെപ്പ് തന്നെ എഴുതി ചെയ്യാം കേട്ടോ. വേർഡ് പ്രോബ്ലം അല്ലേ. അപ്പം എങ്ങനെ എഴുതാം? ഇപ്പം എ 1 മീറ്റർ ലോങ് സ്ട്രിങ് ഡിവൈഡഡ് ഇൻറ്റു എത്ര? 5 equal parts എന്നാണ്. 5 equal parts എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതായത് എങ്ങനെ എഴുതാൻ പറ്റും? 1 മീറ്റർ നീളമുള്ള അല്ലേ, 1 മീറ്റർ നീളമുള്ള ചരട് എത്ര? 5 സമഭാഗങ്ങളാക്കി. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 1/5 അല്ലേ, നമ്മളിവിടെ കണ്ടതാ. അതിനെ അപ്പം നമുക്ക് 1/5 എന്ന് പറയാം. ഇനി അതിൻ്റെ പകുതി കാണാം. അപ്പം എങ്ങനെ എഴുതും? ലെങ്ത് എന്ന് വെച്ചാൽ ആ നീളത്തിൻ്റെ ലെങ്ത് ഓഫ് ഹാഫ് ഓഫ് എ പീസ് എന്ന് വെച്ചാൽ അതിൻ്റെ പകുതിയുടെ നീളം. ആ ഒരു പീസ് എന്ന് വെച്ചാൽ എന്താ? 1 കഷ്ണം അല്ലേ. 1 കഷ്ണത്തിൻ്റെ
പകുതിയുടെ നീളം ലെങ്ത് അല്ലേ, പകുതിയുടെ നീളം കാണണമെങ്കിൽ മനസ്സിലാക്കി വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ. പകുതി നമ്മൾ ഇത്രയും വാരി വലിച്ച് എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 പാർട്സ് ഈസിക്കൽ ടു 1/5 എന്നൊക്കെ ചുരുക്കി വേണമെങ്കിൽ എഴുതാം. പക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ തന്നെ എഴുതി വെച്ചത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ 5 ഭാഗങ്ങളാക്കിയതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിനെ നേർ പകുതി എടുത്തു. അപ്പോൾ എങ്ങനെയാ, ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഭാഗമാക്കി, 5-ൽ ഒരു ഭാഗം എടുത്തു. എന്നിട്ട് വീണ്ടും അതിനെ എന്ത് ചെയ്തു, അതിനെ വീണ്ടും തുല്യമായിട്ടങ്ങ് മുറിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. 1/5 വന്നത് എങ്ങനെയാണെന്ന് അറിയാമേ, ഈ 1/5 കാരണം 5 എണ്ണമാക്കിയതിൻ്റെ ഒരു ഭാഗം വീണ്ടും അതിനെ എന്ത് ചെയ്തു, വീണ്ടും പകുതി വെച്ച് ഹാഫ് വെച്ച് നമ്മൾ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര വരും, 1 × 1 1, 5 × 2 10. നോക്കിയേ, 1/10 മീറ്ററാണ് കിട്ടിയേക്കുന്നത്. മനസ്സിലായോ? ഇനി ചോദ്യത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ, ഹൗ ലോങ് ഈസ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് ഇൻ മീറ്റർ, അതിനെ ഇൻ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ, അതായത് മീറ്ററിലാണ് അതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാനാണ്. അപ്പോൾ 1/10 മീറ്റർ ആവും നമുക്ക് ഇവിടെ കിട്ടിയത്. അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണല്ലോ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 1/10 മീറ്റർ ആണെങ്കിൽ എങ്ങനെ എഴുതാം, 100/10 എന്ന് എഴുതാം. 1 വെച്ചാൽ എത്ര, 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 1/10 എന്ന് വെച്ചാൽ 100/10. ഈ പൂജ്യവും പോയി. ബാക്കി അവിടെ 10/1 എന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്റർ കേട്ടോ. cm സ്ഥലമില്ലാത്തതുകൊണ്ട് താഴെ എഴുതുക കേട്ടോ. 10 cm. മേളിൽ താഴെ 0 വന്നാൽ വെട്ടിപ്പോവും. പിന്നെ അവിടെ 10/1, 10നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കേട്ടോ. സെൻറ്റിമീറ്ററിലോട്ട് നമ്മൾ മാറ്റി. ഓക്കെ ആണല്ലോ. നല്ലപോലെ മനസ്സിലാക്കി തന്നെ ചെയ്യണം. 50 കണക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടായില്ല, ഒരെണ്ണേ ചെയ്തുള്ളൂ, അത് ശരിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത അതിൻ്റെ തൊട്ട് താഴത്തെ ചോദ്യമാണ്. നോക്കിയേ, 1 liter ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ ടു 2 ബോട്ടിൽ ഓഫ് ഈക്വൽ സൈസ്. എ ക്വാർട്ടർ ഓഫ് ദ മിൽക്ക് ഇൻ 1 ബോട്ടിൽ വാസ് യൂസ്ഡ് ടു മേക്ക് ടീ. ഹൗ മെനി ലിറ്റർ ഓഫ് മിൽക്ക് വെയർ യൂസ്ഡ് ഫോർ ടീ ഇൻ മില്ലി ലിറ്ററിലോട്ടും മാറ്റണം. അതായത് 1 ലിറ്റർ പാല്, ചോദ്യം നല്ലപോലെ നോക്കണമെങ്കിൽ 1 ലിറ്റർ പാല് എത്ര ലിറ്ററാ, 1 ലിറ്റർ പാലാണ്. ഇതെത്ര, 1 ലിറ്റർ പാല്. അത് ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു. ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിലായിട്ട് ഈ 1 ലിറ്റർ പാലങ്ങ് നിറച്ചു കേട്ടല്ലോ. അതിലൊരു കുപ്പിയുടെ 1/4 ഭാഗം എടുത്ത്, അപ്പോൾ 1 ലിറ്റർ പാല് 2 കുപ്പിയിൽ നിറയ്ക്കണമെങ്കിൽ അപ്പോൾ ഇതെത്ര ആയിരിക്കും നിങ്ങളെ, ഹാഫ്. ഇതും എത്ര ആയിരിക്കും, ഹാഫ്. കാരണം ഹാഫും കൂടെ ചേർന്നെങ്കിലല്ല 1 ലിറ്റർ ആവത്തുള്ളൂ. 1 ലിറ്ററിൻ്റെ പകുതി ഇതിലും ഒഴിച്ചു എന്നല്ലേ, പകുതി അല്ലേ, മനസ്സിലാകണേ. 1 ലിറ്റർ പാലാണിത്. അത് ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു. അപ്പോൾ ഇതിലും പകുതി. അതിലൊരു കുപ്പി, ഈ ഒരു കുപ്പി ഞാനിങ്ങ് എടുത്തു. എന്നിട്ട് അതിൻ്റെ 1/4 ഭാഗം എടുത്തു. ഈ 1/4 എന്ന് വെച്ചാൽ എന്താ, 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, ക്വാർട്ടർ 1/4 എന്നാണ്. നമ്മൾ ഫസ്റ്റ് ലിങ്കിൽ ഇതെല്ലാം പറഞ്ഞതാ. 1/4 ഈ ക്വാർട്ടർ എന്ന് പറഞ്ഞത് കേട്ടോ. 4, അതായത് ഇത് അര പകുതി ഉണ്ടായിരുന്നു അല്ലേ, 1/2 ലിറ്റർ ഉണ്ടായിരുന്നു. ഈ 1/2 ലിറ്ററിൻ്റെ 1/4 എടുത്ത് ഞാൻ ചായ ഉണ്ടാക്കി. എന്തൊരു കണക്കൊക്കെ ഇല്ലേ. 1 ലിറ്റർ പാലുണ്ടായിരുന്നു, ചായ ഇടുന്നതിൻ്റെ ആയി അല്ലേ. 1 ലിറ്റർ പാല് 1 ലിറ്റർ പാലുണ്ടായിരുന്നു, ഒരേപോലെയുള്ള 2 പാത്രത്തിലായിട്ട് അങ്ങ് നിറച്ച് വെച്ചു. അപ്പം നമുക്ക് മനസ്സിലായി 1/2 ലിറ്ററും 1/2 ലിറ്ററും ആണെന്ന് മനസ്സിലായി. അരാന്ന് വെച്ചാൽ എന്താ, 1/2. ഇനി അതിൽ ഒരു കുപ്പി എടുത്തുകൊണ്ട് വന്ന് ഇത് രണ്ടും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചെന്ന് വെച്ചോ. പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് 2 കുപ്പിയും കൂടെ എടുത്തുകൊണ്ട് വന്ന് ചായ ഇടേണ്ട കാര്യമില്ലല്ലോ. ഒരു കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ 4/1, ഇതിപ്പോൾ ഒരു കുപ്പിയാണെങ്കിൽ അതിനെ നോക്കിയാൽ 4ആയിട്ട് നമ്മൾ അങ്ങ് മാറ്റി. അതിലൊരു ഭാഗം, അതായത് ഇതാണ്ട് ഇത്രയും ഭാഗം എടുത്ത് നമ്മൾ ചായ ഇട്ടു. മനസ്സിലായ, ഒരു കുപ്പിയുടെ ഏതാണ്ട് ഇത്രയും ഭാഗം എടുത്ത് ചായ ഇട്ടു. ബാക്കി എൻ്റെ ഇവിടെ ഒക്കെ ഇരിക്കുക കേട്ടോ. എത്ര ഭാഗം അപ്പോൾ കൊടുത്തു എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എത്ര ആയിരുന്നു കുഞ്ഞുങ്ങളെ, മിൽക്ക് എത്ര നമ്മളോട് പറഞ്ഞത്, എത്ര അളവുണ്ടായിരുന്നു, 1 ലിറ്റർ ഉണ്ടായിരുന്നു അല്ലേ, 1 ലിറ്റർ ഉണ്ടായിരുന്നു. അതായത് പാലിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 ലിറ്റർ ആയിരുന്നു. ഇനി അതിൽ എത്ര നമ്മൾ എടുത്തു, മിൽക്ക് യൂസ് ചെയ്യാൻ എത്ര എടുത്തു, മിൽക്ക് യൂസ്ഡ് ടു മേക്ക് ചായക്ക് ഉണ്ടാക്കാൻ വേണ്ടി ടീ, ചായക്ക് വേണ്ടി ഉപയോഗിച്ചത് എത്രയാണ്, ഇതിനകത്തിൽ ചായക്ക് വേണ്ടി
ഉപയോഗിച്ചത്. ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നോക്കണ്ട കേട്ടോ, നിങ്ങൾ വൃത്തിയായിട്ട് എഴുതുക. ഞാൻ ഈ പേപ്പർ ഇനിയിപ്പം എന്തോത്തിനാ, പക്ഷെ നിങ്ങളങ്ങനല്ല, നിങ്ങൾ വീറും വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. ചായക്ക് വേണ്ടി ഉപയോഗിച്ചത് മൊത്തം എത്രയായിരുന്നു നിങ്ങൾ? 1 ലിറ്റർ ആയിരുന്നു അല്ലേ? അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുത്തത്, ഈ ഹാഫ്. അപ്പോൾ ഹാഫ് എടുത്തു കേട്ടല്ലോ. 2 കുപ്പിയിൽ ഒഴിച്ചതിൻ്റെ 1 കുപ്പിയെ നമ്മൾ എടുത്തുള്ളൂ, അതാണ് ഈ ഹാഫ്. അതിൻ്റെ 4ൽ 1 ഭാഗം, 4ൽ 1 ഭാഗമാണ് ചായ ഇടാൻ എടുത്തത് കേട്ടോ. 4ൽ 1 ഭാഗം. അപ്പോൾ എത്ര? 1 × 1 1, 2 4 8, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 1/8 ലിറ്ററാണ് കിട്ടിയത്. ഇനി നമ്മളോട് ആ ചോദ്യത്തിൽ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്, ലിറ്ററിലല്ല ആൻസർ വരേണ്ടത്, മില്ലി ലിറ്ററിലോട്ട് മാറ്റാൻ. അപ്പോൾ ഓർത്തോണം, ഇത് മുമ്പ് നോക്കിയേ, മീറ്ററിൽ തന്നതിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി. മനസ്സിലാക്കണേ. ഇതെന്ന് വെച്ചാൽ ലിറ്ററിൽ തന്നു. 1 ലിറ്റർ എന്ന് വെച്ചാൽ എത്ര കുഞ്ഞുങ്ങളെ? 1000 മില്ലി ലിറ്ററാണ് അല്ലേ? അപ്പോൾ ഇവിടെ 1 ലിറ്റർ എന്ന് വെച്ചാൽ എത്ര? 1000. അപ്പോൾ 1000 അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. 1000/8 എന്ന് എഴുതണം കേട്ടോ. 1000/8 എന്ന് വെച്ചാൽ എന്താ? 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1000 / 8, 1 8 8, ബാലൻസ് 2, 0 താത്രക്ക് 20, 2 8 16, ശിഷ്ടം 4, 40, 5 8 40. അപ്പോൾ എത്ര വന്നു? 125. 125 ml ആണ്. ml മാറ്റാൻ പറഞ്ഞുകൊണ്ടാണ്, മില്ലി ലിറ്ററിലോട്ട് മാറ്റാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മളത് മാറ്റി. ഇല്ലെങ്കിൽ നമുക്ക് എന്താ 1/8 ലിറ്റർ എന്ന് കണ്ടാൽ മതിയായിരുന്നു. മനസ്സിലാക്കി തന്നെ ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എവിടെയെങ്കിലും എങ്ങനെയാണ് വന്നതെന്ന്? അതായത് 1 ലിറ്റർ പാല് ഒരു പാത്രത്തിൽ, നമുക്ക് പാലുകാരൻ വെളിയിൽ 1 ലിറ്ററിൻ്റെ ഒരു വലിയ പാത്രത്തിലാണ് കൊണ്ടുവരുന്നത്. നമുക്കതെന്ത് ചെയ്തു? നമ്മൾ 2 കുപ്പിയിലായിട്ട് നിറച്ച് മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചു. ഈ ക്ലൂ പഠിച്ചാൽ മതി നിങ്ങൾ. 1/2 ലിറ്ററിൻ്റെ 2 കുപ്പിയിലായിട്ട് മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചു. അന്നേരം നട്ടാൽ എന്താ? ഈ 2 കുപ്പികൾ എടുത്തുകൊണ്ട് വന്നല്ലല്ലോ നമ്മൾ ചായ ഇടുന്നതാണോ? അതിലെ ഒരു കുപ്പി എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ 4ൽ 1 ഭാഗം, അപ്പോൾ ഓരോന്നും ഓർത്തോണം. 1 ലിറ്റർ പാലായിരുന്നു, അതിൻ്റെ പകുതി കുപ്പിയാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത്. അതിൻ്റെ 4ൽ 1 മാത്രമേ നമ്മൾ ചായക്ക് എടുത്തുള്ളൂ. അപ്പോൾ എന്നാ 1/8 ആണ് കിട്ടിയത്. അത് ലിറ്ററിലാണ് വന്നിരിക്കുന്നത്, അതിനെ മില്ലി ലിറ്ററിലോട്ട് മാറ്റി. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? നമുക്ക് ഇനി അടുത്ത കണക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിൽ നമുക്ക് കുറേ കണക്ക് ചെയ്തിട്ടുണ്ട്. അനദർ ടൈപ്പ് ഓഫ് പ്രോബ്ലം എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളൂ കുഞ്ഞുങ്ങളെ. 1/5 ഓഫ് 2/3 എന്നാണ്. നിങ്ങൾ എപ്പോഴും ഓർത്തത് ഈ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു അങ്ങ് ചെയ്താൽ മതി. ഓഫ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. 2/3 എന്നാണ് കേട്ടോ. അപ്പോൾ എത്ര? 1 × 2 2, 5 3 15 നമ്മൾ ഒറ്റയടിക്ക് ചെയ്തിരിക്കുന്നത് ആണ്ടോ. പക്ഷേ ഇതിനെ ഇവർ വേറെ ഒരുപാട് രീതിയിൽ ആസ് എ പ്രൊഡക്റ്റ്, അതായത് ഈ 1/5നെ നമ്മൾ അതുപോലെ എഴുതി. 2/3 ഉണ്ടോ? 2/3 കാണാൻ പറ്റുന്നുണ്ടോ? 2/3 ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് 1/3 എന്താ 2 വട്ടം ഉണ്ടെന്നല്ലേ. 2/3 എന്ന് വെച്ചാൽ ഉള്ളതും കൂടെ കളയല്. ഇതിവർ വേറൊരു മെത്തേഡ് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് ഈ ആൻസർ കിട്ടും, പക്ഷേ അനദർ മെത്തേഡ് എന്ന് പറഞ്ഞ് തന്നതുകൊണ്ടാണ്. ഇപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇപ്പം 1/5 × 2/3 എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നു. നമ്മളത് കിട്ടി, നമ്മൾ ചെയ്യുന്ന രീതി 2/15 കിട്ടി. പക്ഷേ അവർ പറയുന്നത് ഇപ്പം 1/5നെ അതുപോലെ എഴുതുക. 2/3 എന്ന് പറയുന്നത് എന്താ? 2/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1/3 × 1/3 എന്ന് പറഞ്ഞാൽ വരത്തില്ല. ഈ 1/3 2 വട്ടം ഉണ്ടെന്നാ അല്ലേ? മനസ്സിലായോ? 1/3 2 വട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ × 2. മനസ്സിലായോ? സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞത് അത് ഞാൻ ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കൂ നിങ്ങളെ. അതായത് പേജ് നമ്പർ 32 പറഞ്ഞിരിക്കുന്നത് ഇപ്പം 1/5 × 2/5 എന്നാണ്. ഇൻറ്റു ആയതുകൊണ്ട് നമുക്കറിയാം ഓഫാണ് ചോദ്യം. ഓഫെന്ന് കേൾക്കുമ്പോഴേ ഇൻറ്റു ആണ്. അപ്പോൾ 1 × 2 2 ആണ്. 5 × അവിടെ 3 ആണ്. 5 × 3 15 ആണെന്ന് നമുക്ക് ആൻസർ കിട്ടി. 3 ആട്ടോ. 5 × 3 15 ആണെന്ന് നമുക്ക് കിട്ടി. പക്ഷേ ഇവർ പറഞ്ഞ രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ മെത്തേഡിലും ചെയ്യാം. അതായത് 1/5നെ അതുപോലെ തന്നെ എഴുതുക കേട്ടോ. ഇൻറ്റു ഈ 2/3 എന്ന് പറയുന്നത് 2/3 എന്ന് പറഞ്ഞാൽ 1/3 2 വട്ടം ഉള്ളതല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 × 2 2, 3നെ അതുപോലെ എഴുതാം. മനസ്സിലായോ? ഇങ്ങനെ 1/3 2 വട്ടം. അപ്പോൾ അത് ഇതുപോലെ എഴുതാണെന്ന്. എങ്ങനെയാ? 1/3 × 2. മനസ്സിലായോ? അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതുമെന്നാ നോക്കാം.
1 ഇൻറ്റു 1 1, 1 ഇൻറ്റു 2 2, ഓക്കെ 2. താഴെ വരയ്ക്ക് താഴെ ആരൊക്കെയാണ് കിടക്കുന്നത് നോക്കിയേ, 5 ഇൻറ്റു 3 50. ഇങ്ങനെയും ചെയ്യാമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഉള്ളതുകൂടെ പോവല്ലേ കേട്ടോ. ഇങ്ങനെയും ചെയ്യാവുന്ന അവർ പറഞ്ഞതുകൊണ്ടാണ്. എനിക്ക് തോന്നില്ല ഒരിക്കലും അത് എല്ലാണ്ട് ഇവിടെ കുറേ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 4/5 ഇൻറ്റു 2/3. ഈ 2/3 എന്നുള്ളതിനെ എന്താ 1/3 ഇൻറ്റു 2 എന്ന് വെച്ചും ചെയ്യാം. കണ്ടോ? ഇതൊന്നും ഞാൻ പറയുന്നത് അതൊന്നും റിസ്ക് എടുക്കണ്ട, കാരണം ഉള്ളതുകൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോവും. അതുകൊണ്ട് നമുക്ക് അടുത്ത എക്സസൈസ് കണക്ക് ചെയ്യാം കേട്ടോ. അറിയാവുന്ന കാര്യങ്ങളൊക്കെ അത് ചെയ്തിട്ടിട്ടുണ്ട്. അത് അങ്ങനെയൊക്കെ ഓവറായിട്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോ. പക്ഷെ ഞാൻ കാരണം അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്നറിയോ, പഠിച്ച രീതികളെ അങ്ങ് മറന്നു പോവും, കൺഫ്യൂഷനാവും. അതുകൊണ്ട് അത് വേണ്ട കുഞ്ഞുങ്ങളെ. ഞാൻ ഈ പറയുന്ന രീതി എൻ്റെ ക്ലാസ് കാണുന്നവർക്ക് തെറ്റിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. എവിടെ പാടണ്ടോ അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അവിടെ നല്ലപോലെ പഠിക്കണം, അവിടെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ കുഞ്ഞുങ്ങളെ, അടുത്ത നമ്മുടെ പേജ് നമ്പർ 34 എക്സസൈസ് കൂടെ നമുക്ക് ചെയ്യാം. നോക്കിക്കേ, എ റോപ്പ് 2 മീറ്റർ ലോങ് ഈസ് കട്ട് ഇൻറ്റു 5 ഈക്വൽ പീസ്. നമ്മുടെ ഈ ചാപ്റ്റർ എല്ലാ കണക്കും ഇതിങ്ങനെയല്ല. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് 1 ഓഫ് ദ പീസ് ഇൻ മീറ്റർ എന്നാ പറഞ്ഞത്. നോക്കി, എ റോപ്പ് 2 മീറ്റർ ലോങ്. നമുക്ക് അതിൻ്റെ മലയാളം നോക്കാം. എ റോപ്പ് 2 മീറ്റർ ലോങ് ഈസ്, ഓക്കെ, അതിൻ്റെ 2 എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. 2 മീറ്റർ നീളമുള്ള കയർ, അത് തന്നെയാണല്ലോ 2 മീറ്റർ. മുമ്പ് നമ്മൾ ആ ചെയ്ത രീതി തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. നോക്കിയേ, 2 മീറ്റർ നീളമുള്ള ഒരു കയർ. മുമ്പ് നമ്മൾ ചെയ്തില്ലേ, അതുപോലെ തന്നെ വിചാരിച്ചാൽ മതി കേട്ടോ. 2 മീറ്റർ നീളമുള്ള ഒരു കയർ. എത്ര മീറ്റർ? 2 മീറ്റർ. അതിനെ 5 ഈക്വൽ പീസ് 1 2 3 4. അപ്പോൾ എത്രയായി? 1 2 3 4 5 പീസാക്കി. നോക്കണേ നിങ്ങളെ, 2 മീറ്റർ നീളമുള്ള ഒരു കയറിനെ ഞാൻ തുല്യമായിട്ട് 5 പീസാക്കി. മനസ്സിലാക്കണേ. ഇനി ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളായി മുറിച്ചു. അതിലൊരു കഷ്ണം മുമ്പ് നമ്മൾ ചെയ്ത, നോക്കിയേ, അതിലൊരു കഷ്ണമാണിത്. അതിൽ ഈ ഒരു കഷ്ണത്തിൻ്റെ എന്ത് ചെയ്യണം? അതിൽ ഒരു കഷ്ണത്തിൻ്റെ 1/4 ഭാഗത്തിൻ്റെ നീളം. ഓക്കെ, അതിലൊരു കഷ്ണമാണ് ഈ കൊടുത്തേക്കുന്നത്. കണ്ടല്ലോ, ഈ കഷ്ണത്തിൻ്റെ 1/4 ഭാഗം എന്ന് പറയുമ്പോൾ ഇതൊരു കഷ്ണമാണ്. നമുക്ക് ഏകദേശം ഈ ഭാഗം വരെ ഒരു 1/4 ഭാഗം അല്ലേ, ഇത് ഫുള്ളാണ്. അതിൻ്റെ 1/4 ഭാഗം കണ്ടോ? മനസ്സിലാക്കി തന്നെ പോണേ, നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. 2 മീറ്റർ നീളമുള്ള ഒരു റോപ്പ് മീൻസ് കയറാണ് കേട്ടോ. ആ കയറിനെ നല്ലപോലെ അങ്ങ് മനസ്സിലാക്കി ഇതിൽ ഏത് കണക്ക് തന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ തുല്യമായിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങളങ്ങ് വരയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. തുല്യമായിട്ട് ഞാൻ നോക്കി 5 പീസായിട്ട് അങ്ങ് മാറ്റി. 1 2 3 4 5 പീസായിട്ട് ഞാൻ മുറിച്ചു. മനസ്സിലായോ? 2 മീറ്റർ നീളമുള്ള കയറിനെ ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളാക്കി മുറിച്ചു. ഇതിലൊരു കഷ്ണത്തിൻ്റെ ഇതിലേതെങ്കിലും ഞാൻ ഈ ഇതിലൊരു കഷ്ണം ഈ ഒരെണ്ണം ഇനി വരെ കീറിപ്പോയിരുന്നു. ഇതിൽ ഈ ഒരു കഷ്ണം, ആ കഷ്ണത്തിനെ മുറിച്ച്, മനസ്സിലായോ? ഇതിലൊരു കഷ്ണത്തിൻ്റെ 1/4 ഭാഗത്തിൻ്റെ നീളം. 1/4 എന്ന് പറയുമ്പോൾ ഏകദേശം എവിടെ വരെ വരുമെന്ന് നോക്കിയേ. എത്ര മീറ്റർ ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചത് കേട്ടോ. ഇത് തിരിഞ്ഞു പോകല്ല് കേട്ടോ. നല്ലപോലെ നോക്കിയിട്ട് വേണം. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും നോക്കി. മൊത്തം എത്ര? 2 മീറ്റർ. മൊത്തം എത്ര കഷ്ണമോ? 5 കഷ്ണം. അപ്പോൾ നമുക്കിതിനെ 2/5 അല്ലേ. ഇതും എത്ര? 2/5. ഈ 2 വന്നെന്ന് വെച്ചാൽ മൊത്തം എത്ര ഉണ്ടോ അത് 2ഉം എത്ര ഇതുണ്ടോ അത് താഴെ എഴുതണം കേട്ടോ. എന്നൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചതാ. അപ്പം നോക്കിയാൽ 2/5 എന്ന് നമുക്ക് കിട്ടും. ഓരോ പീസും 5ൽ 2 2 2 കണ്ടോ. 5ൽ 2 വന്ന് എന്താ മൊത്തം ഉള്ളതാണ് കേട്ടോ. മനസ്സിലാക്കണേ. അടുത്ത ഇനി നമ്മളോട് പറഞ്ഞതാണ്ട് ഇതിൻ്റെ 1/4. ഈ 1/4 എന്ന് വെച്ചാൽ എന്താ? 3/4 നമ്മൾ ക്വാർട്ടർ എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ പഠിച്ചു വെച്ചേക്കണേ. 3/4 ക്വാർട്ടറല്ല, 3/4 കേട്ടോ. 1/4 കാലിന് ക്വാർട്ടറും 1/4 3/4 അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ നോക്കിയാൽ, നമുക്ക് ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ? 2/5 എന്നാണ് അല്ലേ. 2/5 എന്നാണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റെപ്പായിട്ട് നമുക്ക് എഴുതാം. കയറിന് എത്ര ഉണ്ട്? കയറിൻ്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 2 മീറ്റർ. അതായത് ലെങ്ത് ഓഫ് റോപ്പ്
അല്ലേ, റോപ്പിൻ്റെ നീളം 2 മീറ്റർ തന്നിട്ടുണ്ട്. അതിനെ 5 കഷ്ണങ്ങളാക്കിയാൽ അല്ലേ, 5 കഷണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ നീളം. ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ അങ്ങ് എഴുതണോ, അല്ല ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ആ സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നമ്മളൊരു കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണോ മനസ്സിലായ രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ കയറിൻ്റെ നീളം 2 മീറ്റർ, 5 കഷ്ണങ്ങളാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എങ്ങനെ വരും കുഞ്ഞുങ്ങളെ? ഒരു കഷ്ണമാക്കിയ മൊത്തം എത്ര? 5 കഷ്ണമാണ്. അതിൽ ഒരു കഷ്ണമാക്കിയിട്ട് നോക്കണേ, ഇപ്പം മൊത്തം എത്ര? 2/5. അതിൻ്റെ എത്ര എടുക്കാനാണ് അവർ പറഞ്ഞത്? 3/4 എന്ന് വെച്ചാൽ മുക്കാൽ. 3/4 ആണ് മുക്കാൽ. അപ്പോൾ എത്ര വരും നോക്കി? 2 × 3 6, 5 × 4 20. ഇതിനെ വീണ്ടും ഒന്നുകൂടെ ചെറുതാക്കാം. എന്താ? 3 2 6 5 അല്ലല്ലോ 10 2 20. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും മീറ്ററിൽ കേട്ടോ. 3/10 അതായത് 2/5. താണ്ട് ഇതാണ് ക്വസ്റ്റ്യനിൽ. എന്താ ഈ ഒരു പാർട്ടിൻ്റെ 4/3 അല്ലെ 3/4 എന്നാണ്. അതാണ് ഇത് കേട്ടോ. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, 3/10 എന്ന് വരും. അത് നോക്കിക്കേ, ഇത് മീറ്ററിലാണ് തന്നേക്കുന്നത്, മീറ്ററിലല്ല. ഇതിനെ നമുക്ക് എത്ര? സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണം. 1 മീറ്റർ എന്ന് വെച്ചാൽ എത്ര നിങ്ങളെ? 100 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 3 മീറ്റർ എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ ഇവിടെ 3/10 എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 300/10. മനസ്സിലായോ 300 വന്നത്? 300/10 എന്ന് വെച്ചാൽ ഈ 0 പോയി കഴിഞ്ഞാൽ ബാക്കി 30 സെൻറ്റിമീറ്റർ. മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി. നോക്കിയേ കണക്ക്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 5 ഈക്വൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായ രീതിയിൽ തന്നെ എഴുതി വെക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ്. ആരെങ്കിലും എഴുതി വെച്ച് അതുപോലെ എഴുതി വെച്ചൊന്നും സ്റ്റെപ്പ് പഠിക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കി. അടുത്തത് എത്രാമത്തെ നിങ്ങളത്? രണ്ടാമത്തെ അല്ലേ. 4 bottle of the same size were filled with 3 liter of water. One of these was used to fill 5 cup of the same size. പിന്നെ how much water is there in one such cup in liter and in milliliter? എല്ലാ ലിറ്റർ മില്ലിലിറ്ററിലും ഒക്കെ മാറ്റാൻ പറയുന്നുണ്ട് കേട്ടോ. 3 ലിറ്റർ വെള്ളം നോക്കണേ. 3 ലിറ്റർ മുമ്പത്തെ നമ്മുടെ പാലിൻ്റെ ഒക്കെ ഇല്ലേ കുഞ്ഞുങ്ങളെ, അതുപോലെ ആ സംഭവം. ഇപ്പോൾ 3 ലിറ്റർ വെള്ളം. മുമ്പ് നമ്മൾ പാല് മേടിച്ച് മുമ്പേ ഒരു കണക്ക് ചെയ്താൽ പാല് മേടിച്ചു 2 കുപ്പിയിൽ ഒരുപോലെ ഇല്ലേ, അതുപോലെ 3 ലിറ്റർ വെള്ളം ഒരേപോലെയുള്ള 4 കുപ്പികളിൽ, ഒരേപോലെയുള്ള 4 കുപ്പിയാണ് കേട്ടോ. കുപ്പിക്ക് ചെരുവൊക്കെ ഉണ്ട്, അത് ഫ്രിഡ്ജിൽ വെച്ച് ചണിങ്ങിയതാണ് കേട്ടോ. ഫ്രീസറിൽ വെച്ചപ്പം ബൾജായതാണ്. ഓക്കെ, ഇനി അതിന് ഇല്ലേ 3 ലിറ്റർ വെള്ളം 4 കുപ്പി, ഒരേപോലെയുള്ള 4 കുപ്പിക്കകത്ത് എടുത്ത് നിറച്ച് വെച്ചിരിക്കുക. ഫുള്ള കേട്ടോ, 4 കുപ്പിക്കകത്തിൽ വെച്ചിരിക്കുക കേട്ടല്ലോ. 3 ലിറ്ററാണേ പാല്, 4 കുപ്പി എടുത്തിട്ട് നിറച്ച് അതിനകത്തിൽ വെച്ചിരിക്കുക. അതിലൊരു കുപ്പി എല്ലാ കണക്കിലെ നിങ്ങൾ നോക്കിക്കേ, ഏത് കണക്കെടുത്തേ നോക്കിയേ, എല്ലാം എഴുതിയിട്ട് ഫസ്റ്റിൽ ഒരെണ്ണത്തിനെ പൊക്കിയതാണ്. നമ്മൾ ഏത് കണക്ക് ചെയ്തെന്ന് നോക്കിയേ, ഇല്ലയോ? വേണ്ട, ഫസ്റ്റിലത്തെ അതിനെ എടുത്തു. ഇവിടെ നോക്കിയേ, ഫസ്റ്റിലത്തെ അതിനെ എടുത്തു. നിങ്ങൾ ഈ ഒരു ഇതിൻ്റെ ഏതെടുത്താലും നോക്കിയേ, 3 ലിറ്റർ വെള്ളം എടുത്തു, 4 കുപ്പി നിറച്ചിട്ട് അതിന് ഒരെണ്ണത്തിനെ പൊക്കി, ഇല്ലയോ? അതിലൊരു കുപ്പിയിലെ വെള്ളം ഒരേപോലെയുള്ള, നോക്കണേ അടുത്തത്, ഒരേപോലെയുള്ള 5 കുപ്പികളിൽ നിറച്ചു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഒരേപോലെയുള്ള ഈ ഒരു കുപ്പിയിലെ എടുത്തിട്ട്, ഈ ഒരൊറ്റ കുപ്പിയിലെ എടുത്തിട്ട് ഒരേപോലെയുള്ള 5 എണ്ണത്തിലോട്ട് നിറച്ച് വെച്ചു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? 5 എണ്ണത്തെ നിറച്ചു. ഇതൊക്കെ നമ്മളെന്തോ ഇല്ലേ, ഇതൊക്കെ ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത്? നിറച്ച് വെച്ചാൽ പോരെ. 5 കുപ്പികളിൽ നിറച്ചു. ഇനി ഈ ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ വെള്ളം കാണുമെന്നാണ്, എന്നിട്ട് അത് എത്ര മില്ലി ലിറ്റർ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ നിങ്ങളേത്? അതായത് നമുക്ക് മൊത്തം എത്ര ലിറ്റർ വെള്ളം ഉണ്ട്, അപ്പോൾ ആദ്യമേ അത് എഴുതിക്കൂടായോ? എത്ര ഉണ്ട്? ഒരു പാത്രത്തിൽ എത്ര ഉണ്ട്? നമ്മൾ ഒരു 3 ലിറ്ററാണ് വെള്ളം അല്ലേ, 3 ലിറ്ററാണ് വെള്ളം. അപ്പം എങ്ങനെ എഴുതാം നോക്കാം. 3 ലിറ്റർ വെള്ളം 4 കുപ്പിയിൽ നിറച്ചാൽ ഒരു കുപ്പിയിലെ വെള്ളത്തിൻ്റെ അളവ്. അപ്പം എ ബോട്ടിൽ നിന്ന് കൊടുത്താലും മതി. നീ വാരി വലിച്ചെഴുതി പഠിക്കാൻ. എ ബോട്ടിൽ എന്തായിരുന്നു? വാട്ടർ, ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്നോ അങ്ങനെ എഴുതിയാലും മതി. ക്വാണ്ടിറ്റി ഓഫ് എ ബോട്ടിൽ, ഒരു ബോട്ടിലെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പറഞ്ഞിരിക്കുന്നത്?
3 ലിറ്ററാണ് അല്ലേ? ഒരു അതിനകത്തിൽ 3 ലിറ്റർ ആയിരുന്നു ഒരെണ്ണത്തിൽ. അത് 4 കുപ്പിയിലായിട്ട് മാറ്റി. 3 ലിറ്റർ ആയിരുന്നു, അതിനെ നമ്മളെന്താ 4 കുപ്പിയിലായിട്ട് മാറ്റി. അപ്പം 1/4. അപ്പം എത്ര കിട്ടി? നിങ്ങൾ 3/4 കിട്ടി. 1/4 വന്നത് എങ്ങനെയാണെന്നറിയാമോ? 1 കുപ്പി, 2 കുപ്പി, 3 കുപ്പി, 4 കുപ്പി, അതാണ് 1/4 വന്നത്. ഇനി അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ ആദ്യം മുതലേ ചെയ്ത രീതി വെച്ചിട്ട് 3 ലിറ്റർ വെള്ളം 4 കുപ്പിയിലാക്കി ഇങ്ങനെ എഴുതാം. നമ്മളങ്ങനെ ആദ്യത്തെ കണക്കെല്ലാം ചെയ്ത് ഇല്ലേ? ഫസ്റ്റിനെ പിന്നെ തരുന്നതുകൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെ പഠിച്ച 3 ലിറ്റർ വെള്ളം 4 കുപ്പിയിലോട്ട് മാറ്റിയല്ലോ. ഇനിയോ പിന്നെ 1 കുപ്പിയിലെ വെള്ളം 5 കപ്പുകളിൽ നിറച്ചാൽ, ഇനി നോക്കിക്കേ, വാട്ടർ ഇൻ 1 ബോട്ടിൽ എന്ന് വേണമെങ്കിൽ ഇത് കൊടുക്കാം. അത് നമ്മൾ എഴുതി 1 ബോട്ടിൽ. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം കുഞ്ഞുങ്ങളെ, കുറച്ചുകൂടെ സൗകര്യം എനിക്ക് തോന്നുന്നു. വാട്ടർ ഇന്ന് 1 ബോട്ടിൽ, 1 ബോട്ടിലിൽ നമുക്കിപ്പോൾ എത്ര കിട്ടി? 3/4 എന്ന് കിട്ടി. 3/4 എന്ന് കിട്ടി. എങ്ങനെയായി 3/4 കിട്ടിയത് അറിയാമല്ലോ. 3 ലിറ്ററിനെ 4 കുപ്പിയിലാക്കി കേട്ടല്ലോ. ഇനി വാട്ടർ ഇന്ന് അതിൽ നിന്നും വാട്ടർ ഇന്ന് 1 കപ്പിലോട്ട് മാറ്റി. 1 കപ്പിലോട്ട് മാറ്റി. എത്ര അതും? ഓക്കെ, 3/4 വെള്ളത്തിൽ നിന്നും ഈ 3/4 ബോട്ടിൽ നിന്നും കപ്പിലോട്ട് മാറ്റി. എത്ര കപ്പിലാന്ന് നോക്കിയേ? 5 കപ്പിൽ. എത്ര? 1/5 കപ്പിൽ കേട്ടോ. 1/5 കപ്പിലോട്ട് മാറ്റി. നോക്കാം. 3 × 1 3, 4 × 5 20 ലിറ്ററാണ് കിട്ടിയത്. 1/5 ഒക്കെ എങ്ങനെയാണെന്നറിയാമോ? ഈ 5 കപ്പിൽ ഒരെണ്ണം നമ്മൾ എടുത്തുകൊണ്ടാണ് 1/5. ഈ 4 എണ്ണത്തിൽ കണ്ടോ, 4 അതായത് 3 ലിറ്റർ വെള്ളമുണ്ടായിരുന്നു, അത് 4 കുപ്പിയിലായതാണ് 3/4 കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും വരല്ലേ. അപ്പം 3 × 1 3, 4 × 5 20. നോക്കിയേ, ഇത് ലിറ്ററിലാണ്. നമ്മളോട് പറഞ്ഞ് ഇതിനെ എന്താക്കണം? മില്ലി ലിറ്ററിലോട്ട് മാറ്റാൻ. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്ററാണ്. അപ്പം 3 ലിറ്റർ എന്ന് പറയുന്നത് 3000 മില്ലി ലിറ്ററാണ്. അപ്പോൾ 3/20 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3000/20 അല്ലേ? ഈ 0 വെട്ടാം. ബാക്കി 300/2. 300ൻ്റെ പകുതി 150 മില്ലി ലിറ്ററാണ്. 300ൻ്റെ പകുതി 150. അപ്പം 300ൻ്റെ എല്ലാത്തിൻ്റെയും ഈ 2 എന്ന് പറയുന്നത് പകുതിയാണ് കേട്ടോ. അതിൻ്റെ ഈ കണക്ക് നല്ലപോലെ മനസ്സിലാക്കണേ കേട്ടോ. ഇവിടെ മുതൽ നിങ്ങൾ എഴുതിയാലും മതി. ഒരു ബോട്ടിൽ. പക്ഷേ 3/4 എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞു തന്നതാണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം കേട്ടോ. സ്റ്റെപ്പ് എഴുതുമ്പോൾ ഇത്രയൊക്കെ എഴുതിയാലും മതി, അറിയണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത 3ാമത്തെ ചോദ്യം. ഓക്കെ, എ വാട്ടർമെലൺ വെയ്റ്റ് 4 kilogram was cut into 5 equal parts. A watermelon weight 4 kilogram was cut into 5 equal pieces. One piece was again halved. What is the weight of each of these 2 pieces in kilogram and in gram? അതായത് 4 കിലോഗ്രാം ഭാരമുള്ള ഒരു തണ്ണിമത്തങ്ങ ഒരേപോലെയുള്ള, നോക്കണം നിങ്ങളെ, ഒരേപോലെയുള്ള 5 കഷ്ണങ്ങളാക്കി. 4 കിലോഗ്രാം ഭാരമുള്ള ഒരു തണ്ണിമത്തങ്ങ ഇങ്ങനെയൊക്കെ ഇരുന്നോട്ടെ. ഇത് എത്ര കിലോ ഉണ്ട്? 4 കിലോഗ്രാമാണ്. ഇത് ഒരേപോലെയുള്ള 5 കഷ്ണങ്ങളാക്കി. നമുക്ക് കണ്ടേ, തണ്ണിമത്തങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കി. എത്ര? 5 കഷ്ണം. മാങ്ങാണ്ടിയാണെന്നൊന്നും വിചാരിക്കേണ്ട. 5 കഷ്ണങ്ങളായിട്ട് ഞാൻ മത്തങ്ങ മുറിച്ച് വെച്ചിരിക്കുക. എടുത്തോണ്ട് പോകല്ലേ, അവിടെ വെച്ചേക്കണേ, കണക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഒരേപോലെയുള്ള 5 കഷ്ണങ്ങളാക്കി. അതിലെ ഒരു കഷ്ണം, എല്ലാ കണക്ക് നോക്കി കുഞ്ഞുങ്ങളെ, അതിലേതെങ്കിലും ഒരെണ്ണത്തിനേക്ക് പൊക്കിയാൽ മതി. ഒരു കഷ്ണത്തിന് വീണ്ടും എന്ത് ചെയ്തു? ഈ കഷ്ണത്തിനെ എടുത്ത് വീണ്ടും അതിനെ പകുതിയാക്കി. അങ്ങനെയാണെങ്കിൽ ഈ 2 കഷ്ണങ്ങളിൽ ഓരോന്നിനും എത്ര? ഈ 2 കഷ്ണങ്ങളിൽ അതിൽ ഒരു കഷ്ണത്തിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? പകുതിയാക്കി. ഇതിനെ എടുത്ത് വീണ്ടും പകുതിയാക്കി അല്ലേ? ഈ ഒരെണ്ണത്തിനെ എടുത്ത് വീണ്ടും മുറിച്ച് പകുതിയാക്കി. ഈ 2 കഷ്ണങ്ങളിൽ ഓരോന്നിനും എത്ര ഭാരമുണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചത്. 4 കിലോഗ്രാമുള്ളൊരു തണ്ണിമത്തങ്ങ തുല്യമായിട്ട് 5ആയിട്ട് മുറിച്ച് വെച്ചു. അതിനകത്ത് നിന്ന് ഒരെണ്ണം വീണ്ടും എടുത്തു. അതിനെ വീണ്ടും നടുക്കൂടെ 2ആയിട്ട് മുറിച്ചു. സംഭവം ഇത് പടം കണ്ടാൽ മനസ്സിലാക്കണേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കി, വെയിറ്റ് കൊടുക്കാം. വെയിറ്റ് ഇംഗ്ലീഷ് എഴുതണേ നിങ്ങൾ. വെയിറ്റ് ഓഫ് 1
പീസ് ഓഫ് വാട്ടർമെലൺ. മൊത്തം എത്ര കിലോ ആയിരുന്നു? 4. 4ൻ്റെ എത്ര ആയിട്ട്? 1/5. 5 മുറിച്ചാൽ നമുക്ക് 4/5 എന്ന് ഒറ്റയടിക്ക് വേണമെങ്കിലും എഴുതാം കേട്ടോ. 4 ഇല്ലേ, നമ്മൾ ആദ്യം മുതൽ പഠിച്ച രീതി അനുസരിച്ച് 4/5 എന്ന് നമുക്ക് എഴുതാം കേട്ടല്ലോ. ഇനി അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും മുറിച്ചു അല്ലേ. വെയിറ്റ് ഓഫ്, വീണ്ടും നമ്മൾ അതിനെ വീണ്ടും മുറിച്ചു. വെയിറ്റ് ഓഫ് ഹാഫ് ഓഫ് സച്ച് 1 പീസ്. വീണ്ടും അതിൻ്റെ ഓരോന്നിനെ വീണ്ടും ഓരോന്നായിട്ട് മുറിച്ചു. അപ്പം നമ്മളെന്താ 4/5നെ വീണ്ടും അതിൻ്റെ പകുതി എടുത്തു. അപ്പോൾ എത്ര? 4/10. 4/10. അതിനെ വീണ്ടും ചെറുതാക്കാമല്ലോ. 4/10 അതിൽ 2 2 4 5 2 10. കണ്ടോ, ഇത്രയും കിട്ടി. മനസ്സിലാക്കി തന്നെ ചെയ്യണേ നിങ്ങൾ. അതിൻ്റെ മലയാളം വേണമെങ്കിൽ ഇപ്പം തണ്ണിമത്തങ്ങ അല്ലായിരുന്നു. അപ്പം ഒരു കഷ്ണത്തിൻ്റെ ഭാരം വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ വെയിറ്റ്, ഒരു കഷ്ണത്തിൻ്റെ ഭാരം എന്നിവിടെ കൊടുത്തു കേട്ടോ. ഒരു കഷ്ണത്തിൻ്റെ ഭാരം. അപ്പോൾ അതുപോലെ തന്നെ പിന്നെന്താ, ഒരു കഷ്ണത്തെ വീണ്ടും പകുതിയാക്കിയാൽ ഒരു കഷ്ണത്തിൻ്റെ ഭാരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. മനസ്സിലാക്കി തന്നെ പോണേ. 2/5 കേട്ടോ. അല്ലെങ്കിൽ ഇത് തന്നെ വെച്ചും ചെയ്യാം, ഇതും വെച്ചും ചെയ്യാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താ? 2/5 ആണ് നമുക്ക് കിട്ടിയത്. സംശയമൊന്നും ഇല്ലല്ലോ. ഇനി നമ്മളോട് പറഞ്ഞാൽ ഇത് കിലോഗ്രാം ആണ്. ഇതിനെ എന്താ ഗ്രാമിലോട്ട് മാറ്റാനാണ്. ഇപ്പോൾ ചെയ്ത കണക്കെല്ലാം ലിറ്റർ ആണെങ്കിൽ മില്ലി ലിറ്ററിൽ മാറ്റണം, മീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്ററിൽ മാറ്റണം, കിലോഗ്രാം ആണെങ്കിൽ ഗ്രാമിലോട്ട് മാറ്റണം. നോക്കൂ കുഞ്ഞുങ്ങളെ, 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 2 കിലോഗ്രാം എന്ന് പറയുന്നത് 2000 ഗ്രാമാണ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും? 2/5 എന്നുള്ളതിനെ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2000/5 എന്ന് എഴുതി കൂടായോ? ഇല്ലയോ? 2000/5 മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ 4/10 വെച്ച് വേണമെങ്കിലും ചെയ്യാം. 4/10. അപ്പോൾ നമുക്ക് 0 0 വെട്ടി ചെയ്യാം. ഇതും ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ 1 5 5 എത്ര? 4 5 20. അപ്പോൾ എത്ര വന്നു? 400 ഗ്രാം വന്നു. മനസ്സിലായോ? 5ൻ്റെ ടേബിളിൽ 20 വരത്തില്ലേ? 20. അപ്പം 1 5 5 4 5 20. ബാക്കി ഈ 2 0 400 ആണ്. 400 ഗ്രാം. ഇനി അതല്ല നിങ്ങൾ ഇവിടെ നമുക്ക് 4/10 അല്ലേ കിട്ടിയത് അല്ലയോ. അപ്പം 4/10 ആയപ്പം എത്ര? 4000/10 എന്നല്ലേ വരുന്നത്. 4 നമ്മളതിനെ ചുരുക്കിയല്ലേ 2/5 ആക്കിയത്. 4/10 ആയിരുന്നെങ്കിൽ 4000/10 അല്ലേ. അപ്പം ഈ 0 പോയാൽ 400 ഗ്രാം എന്ന് വേണമെങ്കിലും വരാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ആൻസർ 400 വരും. അതിൻ്റെ ഒരു ചോദ്യം കൂടെ അങ്ങ് എഴുതാം അല്ലേ. ഒരു പാത്രത്തിൽ നോക്കിയേ, ഇത്രയും പാലുണ്ടോ ഇല്ലയോ? പല സൊസൈറ്റി വല്ലതും നടത്തുന്നത്. എ വെസൽ ഫുൾ ഓഫ് മിൽക്ക് ഈസ് യൂസ്ഡ് ടു ഫില്ല് 3 ബോട്ടിൽ ഓഫ് ദ സെയിം സൈസ്. ദെൻ ദ മിൽക്ക് ഇൻ ദ ഈച്ച് ബോട്ടിൽ വാസ് യൂസ്ഡ് ടു ഫിൽ 4 കപ്പ് ഓഫ് ദ സെയിം സൈസ്. വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ മിൽക്ക് ഇൻ ദ ഫസ്റ്റ് വെസൽ ഡസ് ഈച്ച് കപ്പ് കണ്ടെയ്ൻസ്. അതായത് ഒരു പാത്രത്തിൽ നിറച്ച പാൽ ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിൽ നിറച്ചു. എത്ര കുപ്പിയിലാണ്? 3 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലെയും പാൽ ഒരേ വലിപ്പമുള്ള 4 കുപ്പികളിൽ വീണ്ടും നിറച്ചു. എത്ര? 4 കുപ്പികളിലോട്ട് അത് വീണ്ടും നിറച്ചു. ഒരു കപ്പിലുള്ള പാൽ ആദ്യത്തെ പാത്രത്തിലെ പാലിൻ്റെ എത്ര ഭാഗമാണെന്നാണ്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഒരു പാത്രത്തിൽ നിറച്ച പാൽ ആദ്യം ഒരു വലിയ സൊസൈറ്റിയിൽ നിന്ന് വലിയൊരു പാത്രത്തിലായിരുന്നു പാൽ കൊണ്ടുവന്നത്. അത് ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിൽ ആദ്യമേ അങ്ങ് നിറച്ചു. ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലെയും പാല്, ഈ കുപ്പിയിലെ ഓരോ കുപ്പി എന്ന് വെച്ചാൽ ഓരോ കുപ്പിയിലെയും പാല് ഒരേ വലിപ്പമുള്ള 4 കുപ്പികളിൽ നിറച്ചു. ഒരു കപ്പിലുള്ള പാല് ആദ്യത്തെ പാത്രത്തിലെ പാലിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാക്കണേ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ. ഒരു പാത്രത്തിൽ നിറച്ച പാല് അല്ലേ. നമുക്കെല്ലാം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഉത്തരവ് കേട്ടോ. അതായത് ആദ്യത്തെ പാത്രത്തിൽ 1 ലിറ്റർ പാലുണ്ടെന്ന് നമുക്ക് പറഞ്ഞു അല്ലേ. ആദ്യത്തെ പാത്രത്തിൽ എത്ര ഉണ്ട്? ആദ്യത്തെ പാത്രത്തിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞു? പാത്രത്തിൽ എത്ര ഉണ്ട്? 1 ലിറ്റർ പാലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് എന്തുവായിരുന്നു? വെസൽ. ഫസ്റ്റ് വെസലിൽ എത്ര ഉണ്ട്? 1 ലിറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇനിയും പറഞ്ഞത് ഇത് 3 കുപ്പികളിൽ നിറച്ചാൽ, ഇത്
3 കുപ്പിയിൽ നിറയ്ക്കാനാണ് പറഞ്ഞത്. 3 കുപ്പിയിൽ നിറച്ചാൽ മിൽക്കിൻ 1 ബോട്ടിൽ 3 കുപ്പിയിൽ നിറച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? 1/3 അല്ലേ? 1 ലിറ്റർ പാല്, 1 ലിറ്റർ പാല് അത് എത്ര കുപ്പി? 3 കുപ്പി, 1/3. മനസ്സിലായി? ഇത്രയും മതി കുഞ്ഞുങ്ങളെ, കൂടുതൽ ആലോചിക്കേണ്ട. 1 ലിറ്റർ പാല് 3 കുപ്പികളിൽ നിറച്ചു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞ എന്താ? ഇത് ഓരോ കുപ്പിയിലെയും പാലിനെ 4 കപ്പുകളിൽ നിറച്ചാൽ കേട്ടോ. അങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? ഓരോ കുപ്പി, ഇപ്പം ഈ കുപ്പിയിലെ എടുത്തിട്ട് ഫസ്റ്റ് 4 കപ്പിൽ ഒഴിക്കുക. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാ? ഓരോ കുപ്പിയിൽ എന്ന് പറഞ്ഞാൽ 1/3 ആയിരുന്നു അല്ലേ? അതിൽ ഓരോ കപ്പിൽ 4 കപ്പെന്ന് വെച്ചാൽ 1/4, 4 കപ്പിൽ നിറയ്ക്കാൻ. അപ്പം 1/4 3 12 ലിറ്റർ വന്നു. ഇനി 1 കപ്പിലുള്ള പാൽ ആദ്യത്തെ പാത്രത്തിലെ പാലിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, 1/12 എന്നാണ് വരുന്നത്. മനസ്സിലായ? കപ്പിലുള്ള പാലിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 1/12. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇത് ഒരു പാത്രത്തിൽ നിറച്ച ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഒരു പാത്രത്തിൽ നിറച്ച പാല്, ആ ചോദ്യം നല്ലോണം മനസ്സിലാക്കുന്നു. ഒരു പാത്രത്തിൽ നിറച്ച പാല് ഒരേ വലിപ്പമുള്ള 3 കപ്പിൽ, ഞാനിവിടെ ഒന്നുകൂടെ കാണിക്കാം. ഇത് ഒരേ വലിപ്പമുള്ള 3 കപ്പ് വലിപ്പമുള്ള 3 കപ്പല്ല കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പി, ഇനി ഈ കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു? ഒരേ വലിപ്പമുള്ള 4 കപ്പുകളിലോട്ട് അത് മാറ്റി. ഇപ്പം ഇതിലെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതൊരു കപ്പെന്നൊക്കെ ഇനി എങ്ങനെയാണ് വരയ്ക്കുന്നുണ്ട്? കപ്പാകുമ്പോൾ പിടി വരുമല്ലോ. ഇവിടെ ഒരു പിടി, ഒരേ വലിപ്പമുള്ള എത്ര കപ്പിലാണ്? പാൽ ഒരേ വലിപ്പം 4 കപ്പ്. 4 കപ്പായ കുഞ്ഞുങ്ങളെ. പിടിയൊക്കെ ഉണ്ട് കേട്ടോ, പിടിച്ചുകൊണ്ട് വേണം പോയാൽ. ഇങ്ങോട്ട് തട്ടിക്കളയരുത്. ഓരോ കുപ്പിയിലെയും 4 കപ്പുകളിൽ നിറച്ചു. 1 കപ്പിലുള്ള പാല് ആദ്യത്തെ പാത്രത്തിൽ, ഇപ്പം ഈ 1 കപ്പ് എടുക്കുക. ഈ കപ്പിലെ പാല് ഇതിനകത്തിലെ പാലിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ 4 കപ്പ് ഉണ്ടല്ലോ, 1 2 3 4 കപ്പിലെ പാല് ഈ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എത്ര ഭാഗമാണെന്ന്. അത്രയേ ഉള്ളൂ. മൊത്തം എത്ര? 1/12, 12ൽ 1 ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ കിടന്ന കണക്കായില്ലയോ, പിള്ളേരെയും കൂടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി. ഓക്കെ, ഞങ്ങളെ അടുത്ത ഒരു കണക്ക് വരയ്ക്കാനാണ് കേട്ടോ. അതുകൂടെ നമുക്കങ്ങ് നോക്കാം. അതായത് ഈ കണക്ക് 5ാമത്തെ കണക്കാണ്. ഡ്രോ എ ലൈൻ എ ബി. അടുത്തത് കേട്ടോ. ഡ്രോ എ ലൈൻ എ ബി ഓഫ് ലെങ്ത് 12 സെൻറ്റിമീറ്റർ. മാർക്ക് എ സി 2/3 ഓഫ് എ ബി. മാർക്ക് എ ഡി 1/4 എ സി. വാട്ട് പാർട്ട് ഓഫ് എ ബി ഈസ് എ ഡി. വല്ലോ മനസ്സിലായോ? ഇല്ല. മനസ്സിലായോ? ഇല്ല. അതായത് 12 സെൻറ്റിമീറ്റർ നീളത്തിൽ എ ബി എന്ന വര വരയ്ക്കുക. നമുക്ക് വരച്ച് കാണിക്കാം, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. 12 സെൻറ്റിമീറ്റർ ഞാൻ നീളത്തിൽ 12 സെൻറ്റിമീറ്റർ കാണാൻ പറ്റുന്നുണ്ടല്ലോ സ്കെയിൽ വെച്ചിട്ട്. 12 സെൻറ്റിമീറ്റർ നീളത്തിൽ എ ബി എന്ന ഒരു വര വരയ്ക്കുക. എ ബിയുടെ 2/3 ഭാഗമായിട്ട് 2/3 ഈ എ ബിയുടെ ഇത് എത്ര സെൻറ്റിമീറ്ററാന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്ററാണ് ഇത് മൊത്തത്തിൽ. 12 സെൻറ്റിമീറ്ററാണ് ഇത് മൊത്തത്തിൽ. അതിൽ 2/3 ഭാഗമായിട്ട് എ സി എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുക. എ സി എന്ന ഒരു ഭാഗം അടയാളപ്പെടുത്തുക. നമുക്കിവിടെ ഒരു സി കൊടുത്തിട്ട് നോക്കാം. എ സി എന്ന അടയാളപ്പെടുത്തുക. അതായത് എ സി കാണണമെന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്നത് 12 ആണെന്ന് നമുക്ക് തന്നു. എ സി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ പുറകോട്ട് നോക്കിയാൽ അതില്ലേ എ സി അവിടെ ഇരിക്കുന്നത് കാണാം. എ സി കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യണം കുഞ്ഞുങ്ങളെ? അതായത് ഇതെത്രയെന്ന് പറഞ്ഞേ 12 അല്ലേ? 12ൻ്റെ 2/3 ഭാഗം എന്ന് പറയുന്നുണ്ട്. 2/3 ഓഫ് എ ബി എന്ന് പറയുന്നുണ്ട്. ഈ ഓഫ് എന്ന് വെച്ചാൽ എന്തുവാന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ? എന്താ ഓഫ്? ഇൻറ്റു എ ബി എന്ന് വെച്ചാൽ എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞു? 12 അല്ലേ? 12 × 2 24/3 = 8 സെൻറ്റിമീറ്റർ. കണ്ടോ? അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെ എത്ര സെൻറ്റിമീറ്ററാണ്? 8 സെൻറ്റിമീറ്റർ സി കിട്ടി കേട്ടല്ലോ. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? എ സിയുടെ 1/4 ഭാഗമായിട്ട് എ ഡി അടയാളപ്പെടുത്തുക. എന്താണ്? എ സിയുടെ, എ സി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടു ഇവിടെ വരെ 8, അതായത് മൊത്തം എത്ര ആയിരുന്നു? 12 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. നമ്മൾ ഇത് ഞാൻ റഫായിട്ട് കാണിച്ചു തന്നെ. മൊത്തം 12 സെൻറ്റിമീറ്ററിൽ എ സി എന്ന് പറയുന്നത് നമുക്ക് എത്ര? 8 കിട്ടി. അടുത്ത അവർ പറയുന്നത് എന്താണെന്നറിയോ? എ ഡി. എ ഡി എന്ന് പറയുന്നത് 1/4 ഭാഗം 1/4 ആണ്. 1/4 ഓഫ് എ സി, എ സിയുടെ 1/4
ഈ എ സിയുടെ 1/4, എ സിയുടെ ആണ്, എ ബി അല്ല, എ സിയുടെ 1/4. അപ്പോൾ എങ്ങനെ എഴുതണം? 1/4 ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു എ സി എത്ര എന്നാണ് പറഞ്ഞത്? എ സി 8 അല്ലേ? നമുക്ക് കിട്ടിയായിരുന്നു ഇപ്പം മേളി. അപ്പം 1/4 ഇൻറ്റു നോക്കിയാൽ 1 × 8, 8/4 = 2 കിട്ടി അല്ലേ? 2 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ എന്താ എ ഡി എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ഇവിടെ വരെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടെ വരെ അല്ലേ 2 സെൻറ്റിമീറ്റർ, എന്നിട്ട് ഇവിടെ വരെ 8 സെൻറ്റിമീറ്റർ, ഇവിടെ വരെ 12 സെൻറ്റിമീറ്റർ നമ്മൾ അളക്കും. കണ്ടില്ലേ ഇല്ലേ? ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് വെച്ചാൽ ഡി, എ ഡി 2 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. മനസ്സിലായോ? ഇനി അടുത്തൊരു ചോദ്യം കൂടെ ഉണ്ട് അതിൻ്റെ താഴെ. എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? ഈ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി? കേട്ടോ, എങ്ങനെ എഴുതാം? എ ഡി ബൈ എ ബി എഴുതിയാൽ മതി കേട്ടോ. അതായത് എ ഡി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കിട്ടി 2, എ ബി എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിലുണ്ട് എത്ര? 12 = 1/6. അതായത് എ ഡി = 1/6 ഓഫ് എ ബി. എ ബിയുടെ 6 ഭാഗം കേട്ടോ, 1/6 ഓഫ് എ ബി. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. എളുപ്പമല്ലേ? അല്ലയോ? ഇനി ആ ടെസ്റ്റിൽ പെട്ടെന്നൊന്ന് പറയാം. ടെസ്റ്റ് എവിടെ പോയി? വരൂ. അതെ, എക്സസൈസ് അതിൻ്റെ ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? അതായത് എന്തുവാണെന്നറിയോ? അതുകൂടെ അങ്ങ് ചെയ്യാം. പിന്നെ മൾട്ടിപ്ലിക്കേഷനിലോട്ട് കയറാം. നോക്കൂ നിങ്ങളെ കാൽക്കുലേറ്റ്. അപ്പോൾ അത് 3/7 ഓഫ് 2/5 ഓഫ് അടിച്ചേക്കുന്നത്. ഓഫ് അടിച്ചാൽ നമുക്കറിയാം എന്താ? അതായത് 3/7 ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു 2/5, 2 3 6, 7 5 35 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഈ 6 35 ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരെണ്ണം ചെയ്തു. ആ ക്ലൂ നോക്കണേ നിങ്ങൾ. ഇത് രണ്ട് ഏതിൻ്റെയും ടേബിളിൽ വരുമെങ്കിൽ വീണ്ടും കുറച്ചോണം കേട്ടോ. ഇല്ല. അടുത്തത് രണ്ടാമത്തത് 3/5 ഓഫ് 2/7 ഓഫാണ് അല്ലേ? ഓഫിൻ്റെ കണക്ക് നമ്മൾ ഇന്നലെ ചെയ്താ. ഇൻറ്റു 2/7 എത്ര? 2 3 6, 5 7 35 കണ്ടോ? അതും കഴിഞ്ഞു. 2. അടുത്ത മൂന്നാമത്തത് 2/3 ഓഫ് 3/4 ഓഫാണ് അല്ലേ? 2/3 ഞങ്ങൾ ഇനിയും പഠിച്ച ഓഫായെന്നുള്ളതല്ലേ? എത്ര? 2 4 8, 4 3 12. ഇതിനെ വീണ്ടും ചെറുതാക്കാൻ പറ്റുമോ നോക്കിയേ? ചെറുതാക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. 8ഉം 12ഉം 2ൻ്റെ ടേബിളിൽ വരും. എന്താ? 4 2 8, 6 2 12. വീണ്ടും എന്നെ ചെറുതാക്കാൻ 2 2 4, 3 2 2/3 എന്ന് വരും കേട്ടോ. 2/3 വന്നാൽ എങ്ങനെ? ഇതിനെ എത്രത്തോളം ചെറുതാക്കി പോയതാ. ചെറുതാക്കാൻ അറിയാമെങ്കിൽ മാത്രം ചെറുതാക്കിയാൽ മതി. ഇല്ലെങ്കിൽ 8ഉം 12ഉം ഏതിൻ്റെ ടേബിൾ വരും കുഞ്ഞുങ്ങളെ? 4ൻ്റെ വരും, 2ൻ്റെ വരും. അങ്ങനെ എഴുതി വെച്ചതാണ് കേട്ടോ 2/3. മനസ്സിലായോ? അടുത്തത് അതെ ദണ്ട് ഇവിടെ 3 കേട്ടോ. അയ്യോ വേണ്ടേ 3/4. അപ്പോൾ 2 3 6 വരത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ഇരിക്കും? ഇപ്പം അങ്ങ് പോയേനി. ഇപ്പം കമൻറ്റ് പറഞ്ഞേരില്ലേ? 6/12 ആവും നിങ്ങൾ കേട്ടോ. 6/12 എന്ന് വെച്ചാൽ 6ൻ്റെ ടേബിളിൽ 1 6 6, 2 6 12. ശരിയാ, 1/2 കേട്ടോ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അതിൻ്റെ. അതായത് 3/10 ഓഫ് 5/6 ഓഫാണ്. 3/10 ഇൻറ്റു 5/6, 5 3 15, 5 6 60. 60ഉം 15ഉം 5ൻ്റെ ടേബിളിൽ വരും അല്ലേ? 3 5 15, എത്ര 5 60, 12 5 60. 3ഉം 12ഉം 3ൻ്റെ ടേബിളിൽ വരും. 3 3 4 3 12. അപ്പോൾ 1/4 കണ്ടോ? ഇങ്ങനെ എഴുതാൻ പഠിക്കണം. ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. എന്നിട്ട് അത് കണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പരിഹരിച്ചിട്ട് മൾട്ടിപ്പിളോട്ട് കയറാം കേട്ടോ. ഇനി ഇത് പെട്ടെന്നൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. വലിയൊരു ചാപ്റ്ററായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. എന്നിട്ട് ആർക്കും ഡൗട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.